അപ്പം നമുക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്ട്രെയിറ്റ് ഞാനങ്ങ് തുടങ്ങിയില്ല, എൻ്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് ജെറാൾഡ് നെപ്പോളിയൻ എന്നാണ്. എന്തായാലും നെപ്പോളിയൻ എന്ന പേര് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ജെറാൾഡ് നെപ്പോളിയൻ എന്നാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ കമ്പനി കൊരട്ടി ഇൻഫോ പാർക്കിലാണ്. ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഞങ്ങൾ ഹോസ്പിറ്റലുകളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഡിജിറ്റലൈസ് ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാകാവുന്ന രീതിയിൽ ഞാനൊന്ന് പറയാം. പണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും പേപ്പറാണ് ഉപയോഗിച്ചിരുന്നത്. ബില്ലെഴുതുന്നതിന് കാർബൺ പേപ്പർ അടിയിൽ വെച്ചിട്ട് പേപ്പറിൻ്റെ പുറത്ത് പേന കൊണ്ട് ബില്ലെഴുതുമായിരുന്നു. 1600 രൂപയുടെ ബില്ല് എഴുതുമ്പം 1000-ൻ്റെ ഒന്നൊന്ന് ലൈറ്റായിട്ട് എഴുതിയിട്ട് 600 കട്ടിക്ക് എഴുതിയ 1600 പേഷ്യൻ്റെ നിന്നും കിട്ടും. വൈകിട്ട് എത്ര അടച്ചാൽ മതി? 600 അടച്ചാൽ മതി. കാരണം അല്ല, ഒന്ന് നമ്മൾ ലൈറ്റിനാണ് പിടിച്ചത്, കാർബൺ പേപ്പറിൻ്റെ അടിയിൽ പോയിട്ടില്ല. ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ ഈ ബില്ലടിക്കാനായിട്ടൊരു കമ്പ്യൂട്ടർ വന്നാൽ പ്രശ്നമില്ല എന്ന് തോന്നിയിട്ട് നമ്മുടെ ആശുപത്രികളൊക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്തു. കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോൾ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, ഈ ബില്ലെല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ വരുന്ന പ്രിൻ്റാക്കി കൊടുക്കുക. ലാബിൻ്റെ റിസൾട്ട് ഇല്ലേ, അത് പ്രിൻ്റാക്കി കൊടുക്കുക. ഡിസ്ചാർജ് ആയി പോകുമ്പം അവരുടെ കയ്യിൽ ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് വെറുതെ പറഞ്ഞു വിടുന്നത് ശരിയല്ലല്ലോ. കുറേ പ്രിൻ്റ് ചെയ്ത പേപ്പറൊക്കെ കട്ടിക്ക് കൊടുത്തു വിടാനായിട്ട് നല്ല വൃത്തിയൊക്കെയുള്ള പ്രിൻ്റുകൾ എടുക്കുക. കമ്പ്യൂട്ടറൈസേഷനിലെ പ്രധാന ഉദ്ദേശം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഈ ഡേറ്റാസൊക്കെ കയറിയിട്ട് ആൾക്കാർക്ക് കാണാൻ വൃത്തിയുള്ള പ്രിൻ്റ് കയ്യിൽ കൊടുത്തു വിടുക എന്നതായിരുന്നു. നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അതല്ല, ഈ പ്രിൻ്റ് കൊടുക്കാതിരിക്കലാണ് ഉദ്ദേശം. ഓ അങ്ങനെയോ? ആശുപത്രിയിൽ ഇത് നടപ്പിലാകുമോ? നിങ്ങൾ ബാങ്കിൽ പണമടയ്ക്കാനായിട്ടേ, ഇപ്പം ഞാൻ നിങ്ങളിലൊരാൾക്ക് കുറച്ച് പൈസ ബാങ്കിലിട്ട് തരണമെങ്കിൽ ഞാൻ ചെക്ക് എഴുതി അതിലൊപ്പിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എഴുതി എമൗണ്ടും എഴുതി പുറകിലും ഞാൻ ഒപ്പിട്ട് അല്ലേ, എന്നിട്ട് ബാങ്കിലൊരു ഫോം ഫില്ല് ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ എഴുതണം. എഴുതി അതിനകത്തേക്കാണ് ഇടാൻ. ഈ ഇത്രയും ജോലി ചെയ്ത് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അവർ നാളെയോ മറ്റന്നാളോ ആണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. പേപ്പർ വർക്ക് എല്ലാം കൃത്യമാണ്. ഒപ്പെല്ലാം അവർ നോക്കി വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് അക്കൗണ്ട് ആണോ എന്ന് നോക്കൂ അല്ലേ, നോക്കിയിട്ടാണ് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ തന്നെ അടക്കും പൈസ. അത് കമ്പ്യൂട്ടറൈസ്ഡ് കാലഘട്ടം. ഇന്ന് ഡിജിറ്റൽ മണിയാണ്, ബാങ്ക് എല്ലാം ഡിജിറ്റലൈസ് ചെയ്ത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പൈസ തരണമെങ്കിൽ ഈ മെനക്കേട് വല്ലതും ഉണ്ടോ? അപ്പം നമുക്കിപ്പോൾ പേഷ്യൻ്റ് വന്നാൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. ബാങ്കിൽ പോയി പണ്ട് ടോക്കൺ എടുത്ത് നിന്നതുപോലെ ബാങ്കിലൊക്കെ പണ്ടേ നേരം വെളുത്തു, നമുക്കിപ്പോഴും വെള്ളിയാഴ്ച ആയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒന്ന് ടോക്കണും എടുത്ത് കാത്ത് കെട്ടി കിടക്കും ആൾക്കാർ. നമ്മൾ ഡിജിറ്റലൈസേഷൻ നടക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് അപ്പോയിൻമെൻ്റ് എടുക്കാം. ഡോക്ടറെ കാണുന്നതിന് 15 മിനിറ്റ് മുമ്പ് എത്താവുന്ന ദൂരമാണെങ്കിൽ 15 മിനിറ്റ് മുമ്പ് മാത്രം ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങി വിടുന്നപ്പം ഡോക്ടർ ഇച്ചിരി സ്ലോ ആയിരുന്നു എന്നത് കാരണം കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്, അയ്യോ എന്നെ വിളിക്കേണ്ട സമയത്ത് വന്നിട്ടും അപ്പം തന്നെ അവിടെ ഒരു ചെറിയ QR കോഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാവും. അവരുടെ മൊബൈൽ വെച്ച് അത് റീഡ് ചെയ്താൽ ഇപ്പോൾ വിളിച്ചേക്കുന്ന ടോക്കൺ എത്രയാണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ OPD അസിസ്റ്റൻ്റെയൊക്കെ സ്വഭാവം അറിയാമല്ലോ, ഇവരിങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് ഈ OPയിൽ നിന്ന് ഇറങ്ങി വരുന്ന അസിസ്റ്റൻ്റിനെ ഇങ്ങനെ നോക്കും. അവരകത്ത് ഇറങ്ങുമ്പോഴും എന്താ എന്നെ വിളിക്കാറായോ എന്നാ ഇവർ കാണിക്കുന്ന പരിപാടി. അതിനേക്കാൾ സൂപ്പറാണ്, ഇവരിങ്ങനെ ഡോർ തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആരും മനുഷ്യരല്ല, നോക്കിപ്പോയാൽ എന്തെങ്കിലും പറയേണ്ടി വന്നാലോ. സോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയൊന്നും നമുക്കിവിടെ പ്രശ്നമാകത്തില്ല, കാരണം ഇവരോട് ചോദിക്കണ്ട. ക്ലിയർ? നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ് അവിടെ എത്രയായി ടോക്കൺ, നിങ്ങളുടെ മൊബൈലുണ്ടല്ലോ, എടുക്കുക, ആ ഡോറിൻ്റെ അടുത്ത് റീഡ് ചെയ്യുക, ഇപ്പോൾ വിളിച്ചേക്കുന്ന ടോക്കൺ, തൊട്ട് മുമ്പ് വിളിച്ച ടോക്കൺ എല്ലാം അതിൽ കാണാൻ പറ്റും. നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുക ഈ ഇരിക്കുന്ന മനോജ് ഡോക്ടർ നാളെ കാണുമോ? നിങ്ങളുടനെ റിസപ്ഷനിൽ പോയി ചോദിക്കാൻ പറഞ്ഞാൽ അത് കഷ്ടമല്ലേ? നിങ്ങൾ ആ QR കോഡ് റീഡ് ചെയ്യും, ഇപ്പോൾ ഏത് ടോക്കണാണ് വിളിച്ചത്, നാളെ ഉണ്ടോ മറ്റന്നാണ്ടോ, അതിൻ്റെ പിറ്റേന്ന് പുള്ളി ലീവാണ്, അതെല്ലാം അവിടെ പറഞ്ഞു കൊടുത്തൂടെ? മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസ്പെറൻസി. സോ ഇതിന് ഒരു ദിവസം 1-ാം തീയതി തുടങ്ങുമ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുമോ? ഇല്ല. കാരണം നമ്മുടെ ആൾക്കാർ അതുമായിട്ട് സെറ്റാകാനുണ്ട്. 1 മാസം സമയമാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. കാരണം ഈ കാര്യങ്ങളെല്ലാം കൺവെർട്ട് ആകണം. ഈ 1 മാസം സമയം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ കല്യാണത്തിന് പോയിട്ടുണ്ടോ? അല്ല, അതിനേക്കാൾ എളുപ്പം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, കല്യാണം കഴിച്ച ദിവസമേ
നിങ്ങൾ കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട് കാണാൻ പോയിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് കല്യാണ ദിവസം നമ്മൾ ഈ വീട് കാണുമ്പോൾ നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് പന്തലൊക്കെ കെട്ടി ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ വീടായിരിക്കും അല്ലേ? അന്ന് രാത്രി അവിടെ കിടന്നൊക്കെ ഇറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഇവരുടെ കാര്യമാണ് കഷ്ടമേ. നമ്മൾ മുമ്പിലത്തെ വാതിലിലോട്ടാണ് ഇറങ്ങുന്നത്. ഇവർ രാവിലെ എഴുന്നേറ്റ് ഏത് വാതിലോട്ട് ഇറങ്ങുന്നത്? അടുക്കള വാതിലോട്ട് ഇറങ്ങും. ഇറങ്ങുമ്പോഴാണ് തലേന്ന് കഴിച്ചതും കുക്ക് ചെയ്തതും എല്ലാം ഇങ്ങനെ അവിടെ പലയിടത്തായിട്ട് കൂടി കിടന്നിട്ട്, അയ്യോ എൻ്റെ ദൈവം, ഇന്നലെ കണ്ട വീടല്ലേ ഇത്? ഓക്കെ, ഇതെന്ത് ചവറ, എൻ്റെ വീടൊക്കെ ഇന്ന് സൂപ്പർ വീടായിരുന്നു. അവിടെ ഇങ്ങനൊന്നും ചവറാരും കൂട്ടിയിടത്തില്ല. ഇത് കേട്ടാൽ തോന്നുന്നു ഇവരുടെ വീട്ടിൽ ഡെയിലി കല്യാണമായിരുന്നെന്ന്. ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഇത് തുടങ്ങുമ്പോൾ വലിയ ആഡംബരത്തിലൊക്കെ തുടങ്ങും. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തലേന്നടിച്ച ബില്ല് തെറ്റിപ്പോയി, ഡോക്ടർ എഴുതിയ മരുന്ന് മാറിപ്പോയി. കാരണം ഇതിൻ്റെ ഒരു ഉത്സവം നടക്കുമല്ലേ, കല്യാണം പോലെ. രണ്ടാമതൊരു പ്രശ്നമുണ്ട്, പഴയ സോഫ്റ്റ്വെയർ അച്ഛൻ്റെ അമ്മയടുത്ത് എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്ന് ഈ കല്യാണ പെണ്ണിന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളോട് അപ്പനും അമ്മയുടെ എന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞ് വൈഫിനോടെ ഉത്രാളക്കാവിൽ നമുക്കൊന്ന് വില കൂടാൻ പോയാലോ, നമ്മൾ തമാശ പറഞ്ഞായിരിക്കും. ഈ സാധനം ഇവരുടെ വീട്ടിൽ അപ്പനും അമ്മയും വഴക്കിടുമ്പം പറയുന്നതായിരിക്കും, കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് വഴക്ക് തുടങ്ങിയോ. അതായത് രണ്ട് കൂട്ടരും രണ്ട് രീതിയിൽ ജീവിച്ചിട്ടാണ് ഒരുമിച്ച്. ഇവിടെ കമ്പ്യൂട്ടറൈസേഷനിൽ ജീവിച്ച സ്റ്റാഫും പേഷ്യൻസുമാണ്. ഡിജിറ്റലൈസേഷനിൽ വരുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മൾ കൺവേ ചെയ്യുന്നതിൽ, നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷനിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം അവിടെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ റിസപ്ഷൻ തുടങ്ങി ബില്ലിങ് വരെയുള്ള ആൾക്കാർ ഈ ഡിജിറ്റലൈസേഷൻ പകുതി മനസ്സിലാക്കിയിട്ടായിരിക്കും പേഷ്യൻറ്റിനോട് സംസാരിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ ഇവർക്ക് ഒരുപാട് അബദ്ധം പറ്റും. ഇവിടുത്തെ പ്രശ്നങ്ങളും സന്തോഷങ്ങളും അവരാദ്യം പങ്കുവയ്ക്കുന്ന ആരുടെ അടുത്തായിരിക്കും? ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത്, ഇല്ലേ? അത് പലപ്പോഴും നമ്മളായിരിക്കും. ആണോ അല്ലയോ? കാരണം അവർക്ക് പേടിക്കാതെ നിങ്ങളോട് സംസാരിക്കാം. ആണോ അല്ലയോ? ഒരു ആശുപത്രിയിൽ സാധാരണ മനുഷ്യരിവിടെ ഏറ്റവും പേടി കുറച്ച് ഇടപെടുന്നത് നമ്മുടെ അടുത്താണ്. നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചൂടാവത്തില്ല. സോ അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും അവിടെ നമ്മൾ സെക്യൂരിറ്റി ആയിട്ടോ ക്ലീനിങ്ങിനായിട്ടോ മറ്റ് അസിസ്റ്റൻസിനോ നിൽക്കുന്ന അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന സാധാരണക്കാരെന്ന് തോന്നുന്ന മനുഷ്യരോടാണ് അവർ വന്ന് തുറന്ന് സംസാരിക്കുക. ഇതെന്താ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ഇവരൊക്കെല്ലാം ഭ്രാന്തായോ? എന്നാൽ നിങ്ങൾ ഭ്രാന്തായെന്നാണ് എനിക്കും തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച വരെ ഒരു കുഴപ്പവും ഞാനും കണ്ടില്ല, ഞാനിപ്പോൾ വന്നപ്പോൾ തൊട്ടെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കിളി പോകും, ഇല്ലേ? ഈ പേഷ്യൻസിന് നിങ്ങളെ വളരെ അപ്രോച്ചബിളാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റേണ്ട കാര്യം എന്താണ്? പണ്ട് ഇവിടെ ഒരു ഫയൽ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നതിന് ഉള്ള സമയം ഡിലേ എന്തായാലും ഉണ്ടാകുമായിരുന്നു. ഇത് ഡിജിറ്റൽ ആകുമ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അകത്ത് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് എന്തുണ്ടാവും? ഫയലുണ്ടാവും. ഈവൻ വെറുതെ ബൈസ്റ്റാൻഡറായിട്ട് വന്നതാ. ബൈസ്റ്റാൻഡറായിട്ട് വന്നപ്പോൾ ഒ പിയിൽ ഇച്ചിരി ആൾ കുറവുണ്ട്, ഞാൻ കാണണമെന്ന് കരുതിയിരുന്നതാ. മൊബൈൽ എടുക്കുന്നു, അപ്പോയിൻമെൻ്റ് എടുക്കുന്നു, ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. ആ സ്പോട്ടിൽ ആ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ എന്തെത്തി? ഇയാളുടെ ഫയല് എത്തി. അടുത്ത കോളിങ്ങിൻ ടി വിയിൽ വരും. ക്ലിയർ? അദ്ദേഹം എങ്കിൽ എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കുന്ന സ്പോട്ടിൽ ടി വിയിൽ കോൾ വരും, കാരണം ഡോക്ടർ വെറുതെ ഇരുന്നതാ. സോ ഫയലും അവിടെ എത്തി, വളരെ ഈസി ആകും. ക്ലിയർ? സോ എന്ന് കരുതി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ഈ കല്യാണ പിറ്റേന്ന് അടുക്കള വാതിലിൽ ഇറങ്ങിയ പ്രശ്നം ആദ്യ ദിവസങ്ങളിൽ വരും. അപ്പം ഇത് ഫ്യൂച്ചറിൽ ഈ മാർച്ച് മാസം മുഴുവൻ സമയമെടുത്ത് നമ്മുടെ ആൾക്കാർ ഇത് പഠിക്കുകയാണ് എങ്ങനെയാണെന്ന്. ആദ്യമായിട്ട് ഗൂഗിൾ പേ മൊബൈലിൽ ഇട്ടതേ ഭയങ്കര ചങ്കൂറ്റത്തോടെ ഒന്നും വരാനില്ലെന്നും പറഞ്ഞിട്ട് എത്ര പേരുണ്ട്? ഇത് പേടിച്ചല്ലേ? ഗൂഗിൾ പേയിൽ കൂടെ എൻ്റെ കാശ് പോകുമോ, 20 രൂപ ട്രാൻസ്ഫർ ചെയ്ത് നോക്കിയിട്ട് 20 തന്നെയാണോ എന്നൊക്കെ നോക്കിയിട്ടില്ലേ? സോ അതിൻ്റെ ആദ്യ കാലത്ത് നമുക്കുണ്ടായിരുന്ന അതേ കൺഫ്യൂഷനാണ് നമ്മുടെ മനുഷ്യർക്ക് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിക്കാൻ പോകുക. ഇനി കൗണ്ടറിലൊക്കെ അവരിങ്ങനെ ഇതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ നമ്മുടെ ആശുപത്രിയിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്.
ഇവരിൽ പലരും വേറൊരു ആശുപത്രി ഡിജിറ്റലൈസേഷൻ കണ്ട് പരിചയപ്പെട്ടിട്ടല്ല കൗണ്ടറിലിരിക്കുന്നത്. ഈവൻ ഒരു ഡോക്ടറോട് വഴക്കിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. കാരണം ആ ഡോക്ടർ ചികിത്സിക്കാൻ വിദഗ്ധനായിരിക്കും. പക്ഷേ ഈ കമ്പ്യൂട്ടറിൽ ഈ കാര്യങ്ങൾ ഈ രൂപത്തിൽ മുമ്പുണ്ടായിരുന്ന ഡോക്ടറുടെ OPD സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മരുന്നൊക്കെ എഴുതാനുള്ള സോഫ്റ്റ്വെയർ. ഇതങ്ങനല്ല, കംപ്ലീറ്റ് പേപ്പർലെസ് ആണ്. ഒരു പേപ്പർ ഇവരുടെ കൊടുത്തുവിടണം. വീട്ടിൽ ചെല്ലുമ്പം അവർക്ക് കാണാം എനിക്ക് എന്നിട്ട് രാവിലെ 7 മണിക്ക് ഉറക്കണമെങ്കിൽ ഡാഷ്ബോർഡ് നോക്കിയാൽ $650 ഒരെണ്ണം കഴിച്ചോളൂ, ഓവറാൻ ഒരെണ്ണം കഴിച്ചോളൂ, ഓക്കെ എടുത്ത് കഴിച്ചു, മാറ്റി വെച്ചു. ഉച്ചയ്ക്ക് 1 മണിയായപ്പം ഓവറാൻ ഒരെണ്ണം കഴിച്ചോളൂ, ഓക്കെ. സോ വൈകിട്ട് കഴിക്കേണ്ടത് ഏതാണ്, എത്ര മണിക്ക്, ഇതിങ്ങനെ അവരെ അലർട്ട് ചെയ്ത് അറിയിച്ച്. അപ്പോൾ 15 ദിവസത്തേക്കാണെങ്കിൽ ഇതാണ് അവർക്ക് നാളെ കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ്. ഇവിടെ ഇരുന്ന ഒരാൾ വിളിച്ചു പറയുമോ? ഇല്ല. സോ അവരുടെ കൊച്ചുങ്ങൾക്ക് ഏതൊക്കെ ഡോസ് എപ്പോൾ കൊടുക്കണമെന്നുള്ളത് അവർക്ക് കൃത്യമായി മൊബൈലിൽ വന്ന് കിടക്കും. അവരുടെ ലാബ് റിസൾട്ട് എപ്പോൾ വേണേലും എടുത്ത് നോക്കാം. മറ്റേ പേപ്പർ എവിടെയെങ്കിലും കൊണ്ട് കളയും, ആണോ ഇല്ലയോ? ഇത് എപ്പോഴും അവിടെ കിടക്കും. ഇനി അവർക്ക് വേറൊരാൾ പരിചയക്കാരൻ ഡോക്ടർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വാട്സപ്പിൽ കൂടെ അവരുടെ മൊബൈലിൽ നിന്ന് തന്നെ ഷെയർ ചെയ്യും. ഇവിടെ വന്ന് പിന്നെ പ്രിൻ്റ് വാങ്ങിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ ഡോക്ടറെ അടുത്ത് പോയിക്കും പഴയ റിസൾട്ട് ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ നില്ല ഡോക്ടറെ എൻ്റെ മൊബൈലുണ്ട് എന്ന് പറഞ്ഞ് മൊബൈലിലെടുത്ത് കാണിക്കാൻ പറ്റും. ഇനി എനിക്കിങ്ങ് ഷെയർ ചെയ്താന്ന് ഡോക്ടർ പറഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ ജി ഹെൽത്ത് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ തന്നെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങളുടെ പേഷ്യൻസ് ആയിരിക്കും, നിങ്ങൾക്കും ഇത് നാളെ യൂസ്ഫുള്ളാണ്. ക്ലിയർ? നിങ്ങളുടെ മക്കളുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ്, അവർക്ക് ഏതൊക്കെ റിസൾട്ട് ഏതൊക്കെ സമയത്ത് എങ്ങനെയായിരുന്നു, ഏതൊക്കെ മരുന്ന് ഏതൊക്കെ കാലത്ത് ഡോക്ടർ എഴുതിയിട്ടുണ്ട്, അവരെപ്പോഴൊക്കെ കഴിച്ചു, ഇപ്പം മുതലുള്ളതാണ് വരിക കേട്ടോ. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞെടുത്ത് നോക്കിയാലും അന്ന് ആ ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? മറ്റേ പേപ്പർ എത്ര കാലം സൂക്ഷിച്ചു വയ്ക്കും? കപ്പലണ്ടി പൊതിയും വൈകിട്ട്. ഓക്കെ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ്.